ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ. അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് എയിം ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ അല്ലെ. അപ്പോ നമുക്കറിയാം കേരള പോലീസിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. നല്ലൊരു തസ്തികയാണ്, നല്ലൊരു സാലറി സ്കെയിലുള്ള വളരെയധികം റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ പറഞ്ഞ സയന്റിഫിക് ഓഫീസർ എന്നുള്ളത്. അപ്പൊ എന്താണ് നിലവിലെ നമുക്കറിയാം സയന്റിഫിക് ഓഫീസർ ഒരു 4 പരീക്ഷകളായിട്ടാണ് നടന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡോക്യുമെന്റ്സ്. നിലവിലെ സ്റ്റാറ്റസ് എന്താണ്? ഐ+, വളരെയധികം കീനായിട്ട് ഐ+ ഫോളോ ചെയ്യുന്നതും ഐ+ നടത്തുന്ന ബാച്ചുകളുമാണ് സയന്റിഫിക് ഓഫീസറിന് ഉണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികൾ ഓൾറെഡി സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ ചാനൽ വഴി അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോ അതിന്റെ ഒരു നിലവിലെ സ്റ്റാറ്റസ് സയന്റിഫിക് ഓഫീസറിന്റെ പല പരീക്ഷകളിൽ ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അതിന്റെയൊക്കെ നിലവിലെ ഒരു സ്റ്റാറ്റസ് എന്താണ്, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എത്രയായി, അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. കഴിഞ്ഞ തവണ ആകെ 9 പേരോ മറ്റോ ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായത്. അതിലെ 6 പേരും ഐ+ന്റെ കുട്ടികൾ തന്നെയായിരുന്നു. അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പൊ ഓൾറെഡി കയറി കഴിഞ്ഞു, സർവീസിൽ കയറി കഴിഞ്ഞു. കഴിഞ്ഞ തവണ കട്ട് ഓഫ് 2023 ഈ പരീക്ഷയുടെ 2023 ഡിസംബറിലാണ് ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 2024 ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇതിന്റെ പരീക്ഷ നടന്നത്. കട്ട് ഓഫ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് 53.6. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, 53.6. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അത്രയും നേരത്തെ തയ്യാറെടുത്ത് തുടങ്ങേണ്ട ഒരു പരീക്ഷയാണ് ഈ സയന്റിഫിക് ഓഫീസർ പരീക്ഷ എന്നുള്ളത്. നമ്മൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അവസാനത്തെ ഒരു 3-4 മാസം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല. നിങ്ങൾക്ക് അതിന് മുന്നേ തന്നെ മുൻകൂട്ടി തന്നെ പഠിച്ചു തുടങ്ങുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റ് ഫിസിക്സ് റിലേറ്റഡ് ആണെങ്കിലും ഇപ്പൊ ഫിസിക്സിന്റെ പരീക്ഷയാണ്, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പരീക്ഷകൾക്കും അത് ഗുണം ചെയ്യും. HSST ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് എഴുതുന്ന CSIR നെറ്റ് എഴുതുന്ന ആളുകളാണെങ്കിലും ഒക്കെ അതിന് ഗുണം ചെയ്യും. ഗേറ്റ് എഴുതുന്ന ആളുകളാണെങ്കിലും ഗുണം ചെയ്യും. എന്താണെങ്കിലും നേരത്തെ പഠനം ആരംഭിക്കുക, കാരണം കട്ട് ഓഫ് ഒക്കെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് ഓഗസ്റ്റ് 2025, അതായത് ഒരു വർഷം ആയിട്ടില്ല. ഇതുവരെ 6 അഡ്വൈസുകൾ, 6 പേരാണ് ഇതുവരെ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു വർഷം ആയിട്ടില്ല. അപ്പൊ ഇനി അതിനകത്ത് അഡ്വൈസുകൾ വരും അടുത്ത നോട്ടിഫിക്കേഷൻ. അപ്പൊ 2025 ഓഗസ്റ്റിലാണ് ഇതിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 3 വർഷം അതിന്റെ കാലാവധി ഉണ്ട്. ദാറ്റ് മീൻസ് 2028 ഓഗസ്റ്റ് വരെയാണ് ഇതിന്റെ എന്ത് വരിക, ഇതിന്റെ കാലാവധി വരിക, ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ 2028 ഓഗസ്റ്റ് ആവുമ്പോഴത്തേക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി 2027 എക്സ്പെക്ട് ചെയ്തത്. 2027 വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇപ്പൊ ഏജ് ഓവർ ആയ ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ ചിലപ്പോൾ 2026 ഡിസംബറിലും വന്നേക്കാം. അതായത് ഈ വർഷം ഡിസംബറിലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കാം. കാരണം 2023 ഡിസംബറിലായിരുന്നു മുന്നത്തെ നോട്ടിഫിക്കേഷൻ. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2026 ഡിസംബർ, ഈ വർഷം ഡിസംബറിൽ ഒരു പക്ഷേ വന്നേക്കാം. എന്തായാലും ഇതിന്റെ ക്വാളിഫിക്കേഷൻ PG ആണ്, ഫിസിക്സിലുള്ള PG. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ പരീക്ഷകളിൽ ഫോറൻസിക് സയൻസിൽ PG ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി നോട്ടിഫിക്കേഷനിലേ വരുള്ളൂ. എങ്ങനെ ഏതൊക്കെ വിഷയങ്ങൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ പിന്നീടേ വരുള്ളൂ. പക്ഷെ ഫോറൻസിക് സയൻസുകാർക്ക്, അതായത് ഫോറൻസിക് സയൻസിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ റൂൾസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ, സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ കുട്ടികൾ ഉണ്ടായിരുന്നു. 60 ആണ് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 60 ആയിരുന്നു കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റ് 2025 ഓഗസ്റ്റിൽ തന്നെയാണ് വന്നത്. 6 പേരെ ഇതുവരെ നിയമിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഫിസിക്സ് പോലെ തന്നെ 2027 ആകാം മോസ്റ്റ് പ്രോബബ്ലി, അല്ലെങ്കിൽ 2026 ഡിസംബറിൽ, ഈ വർഷം ഡിസംബറിൽ വരാനും ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് സയന്റിഫിക് ഓഫീസർ ബയോളജി, ഇതെല്ലാം ഒരുമിച്ചാണ്. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരുമിച്ച് 2023 ഡിസംബറിലാണ് വന്നത്. 63.33 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ്. ബയോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ബോട്ടണി പഠിക്കാനുണ്ട്, സുവോളജി ഉണ്ട്. ശരിക്കും HSST സുവോളജിയുടെയും HSST ബോട്ടണിയുടെ സിലബസ് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ശരിക്കും കഴിഞ്ഞ തവണത്തെ ഈ സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ നേരത്തെ തയ്യാറാണ്. കാരണം സുവോളജി പഠിച്ച ഒരു വിദ്യാർത്ഥി, PG സുവോളജി കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു പക്ഷേ ബോട്ടണിയിലെ പല ഭാഗങ്ങളും ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നേരത്തെ പഠിച്ചു തുടങ്ങുക. 10 പേർക്ക് അതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 2025 നവംബറിലായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത്. കഴിഞ്ഞ വർഷം 10 പേർക്ക് ഓൾറെഡി അതിന് നിയമനം പോയിട്ടുണ്ട്. ഈ വർഷം ഡിസംബറിൽ അല്ലെങ്കിൽ 2027 നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് 1ാം റാങ്ക് നമുക്കായിരുന്നു. 1ാം റാങ്ക് നമ്മുടെ കുട്ടിയായിരുന്നു 2023 ഡിസംബറിൽ തന്നെ. ഇപ്പൊ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്?
ഫിസിക്സും കെമിസ്ട്രിയും. കഴിഞ്ഞ തവണത്തെ സിലബസ് നോക്കുകയാണെങ്കിൽ സയന്റിഫിക് ഓഫീസർ ഫിസിക്സും സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒരു സിലബസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഡോക്യുമെന്റ്സിന്റെ സിലബസ്. ഇത്തവണ മിക്കവാറും ഫോറൻസിക് സയൻസുകാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. കട്ട് ഓഫ് അതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടായതുകൊണ്ട് തന്നെ 40 വളരെ ചെറിയ കട്ട് ഓഫ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുള്ളത് ഈ ഡോക്യുമെന്റ്സിലാണ്. 29 പേരെ അവർ നിയമിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2025 ആ ഒരു നിയമനം റാങ്ക് ലിസ്റ്റ് വന്നത്. 2028 സെപ്റ്റംബറിൽ എക്സ്പയർ ആവും. അപ്പോഴത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ 2027 നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതാണ് സയന്റിഫിക് ഓഫീസർ പോസ്റ്റുകളുടെ സ്റ്റാറ്റസ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാം. ഓൾറെഡി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരീക്ഷകളൊക്കെ പഠിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതിന് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഇതിനോട് ചേർത്ത് വെച്ച് സബ്ജക്ട് റിലേറ്റഡ് PSCകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തതെങ്കിൽ ഇതും കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു പോസ്റ്റ് ആണിത്. I+ന്റെ കോഴ്സുകളൊക്കെ ഓൾറെഡി റണ്ണിങ് ആണ്. I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.